പവിത്രത്തിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രാധ വീണ്ടും വീണ്ടും ഇങ്ങനെ നിർത്താതെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീന വേണ്ട എന്ന് പറഞ്ഞിട്ട് അതൊന്നും കേൾക്കാതെ അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കട്ടോ. രാധ സങ്കടത്തോട് കൂടി തന്നെ ജീനയോട് പറയുന്നുണ്ട്, നിനക്കറിയില്ല എൻ്റെ മനസ്സിലുള്ള വിഷമം. അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അവനിപ്പോൾ അവളോടാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ ജീവനോട് തുല്യം സ്നേഹിക്കുന്ന ഒരാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് മറ്റൊരാളെ ഇഷ്ടമാണെന്ന് പറയുമ്പോഴുള്ള വേദന അത് എത്രമാത്രമാണെന്ന് നിനക്ക് മനസ്സിലാവില്ല ജീനെ. അങ്ങനെ സങ്കടപ്പെട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും രാധ അങ്ങനെ നിർത്താതെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്തിന് കാണിക്കുന്നത് വിക്രത്തിനാണ്. വിക്രം കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരിക്കുന്ന സമയത്തിന് വേദ ഭക്ഷണം എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതേ ഭക്ഷണം എടുത്ത് കഴിച്ചോളാൻ വേണ്ടി പറയും. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, ഇതിപ്പോ ഞാൻ തന്നെ വിളമ്പി കഴിക്കണമെന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, പിന്നെ സ്വന്തം വിളമ്പി കഴിക്കാതെ സ്വന്തമായ ഭക്ഷണം വിളമ്പി കഴിക്കുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കാണ്. അപ്പോ വിക്രം ഒന്നിങ്ങനെ മടിച്ചു നിന്നുകൊണ്ട് തന്നെ അത് പിന്നെ വിളമ്പി തരണം എന്ന് പറയാണ്. ആ സമയത്തിന് വേദ ചോദിക്കുന്നത്, അതിന് ഞാൻ ഭക്ഷണം വിളമ്പി തരുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ലല്ലോ. അന്നേരം ഇപ്പൊ കുഴപ്പമില്ല എന്ന് പറയുന്ന സമയത്തിന് വേദക്ക് ദേഷ്യം വരട്ടെ. വേദ ചോദിക്കുന്നുണ്ട്, ആഹാ അതെ, പല സമയത്ത് പല സ്വഭാവം പോലെ ഇങ്ങനെ പെരുമാറാൻ പാടില്ല. നിങ്ങളൊക്കെ നിങ്ങളെ അമ്മ തന്നെയാണ് വളർത്തി വഷളാക്കിയത്. എത്ര പോത്ത് പോലെ വലുതായിട്ട് പോലും എന്നാ മോനെ പാപ്പം എന്നൊക്കെ പറഞ്ഞ് വായിൽ വെച്ച് തരും. അങ്ങനെ നിങ്ങളെ അമ്മ തന്നെയാണ് നിങ്ങളെ വളർത്തി വഷളാക്കിയത് എന്നൊക്കെ പറയാണ് വേദ. അന്നേരം വിക്രം പറഞ്ഞത്, ഉച്ചക്ക് നിന്റെ അടുത്തുനിന്ന് ഞാൻ ആ ഭക്ഷണം വലിച്ചെറിഞ്ഞത് ശരിയായില്ല, ഞാൻ അങ്ങനെ ചെയ്തത് തെറ്റായി പോയി. എന്നിട്ട് പറഞ്ഞിട്ട് നീ തന്നെ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നാൽ മതി, അല്ലാതെ എനിക്ക് ഭക്ഷണം വിളമ്പി കഴിക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല എന്നൊക്കെ പറയും. വിക്രമിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് വേദ ഒരു അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. എന്നിട്ട് ഇതിപ്പോ പ്രായശ്ചിത്താണല്ലേ എന്ന് ചോദിക്കാണ്. വേദ പറഞ്ഞിട്ട്, ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛമ്മ പറഞ്ഞിട്ട് വെറും സോറി മാത്രം പറയിപ്പിച്ചാൽ പോരാ, പണിഷ്മെന്റും കൂടെ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ വിക്രം ചോദിക്കുന്നൊരു പണിഷ്മെന്റോ, എന്ത് പണിഷ്മെന്റ് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, പേടിക്കണ്ട, കാശൊന്നുമല്ല, കാശ് ചോദിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല, എനിക്കൊന്ന് പുറത്തു പോകണം, എൻ്റെ കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കും. അപ്പോൾ എങ്ങോട്ടേക്കാന്ന് ചോദിക്കുന്ന സമയത്തിന് അതൊക്കെ പിന്നെ പറയാം, നാളത്തെ ഒരു പകല് എനിക്ക് വേണ്ടി മാറ്റി വെക്കണമെന്നൊക്കെ പറയാണ് വേദ. വേദ ഏതായാലും വിക്രമിലെ ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ടോ. എന്നിട്ട് പോകുന്നതിന് മുൻപായിട്ട് വേദ പറഞ്ഞത്, അതെ ഭക്ഷണം വിളമ്പി തരാനേ എനിക്ക് പറ്റുള്ളൂ, അല്ലാതെ എച്ചിൽ പാത്രം കഴുകി വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകി കമഴ്ത്തി വെച്ചിട്ട് വേണം, വൃത്തിയാക്കിയിട്ട് വേണം പോവാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വേദ അവിടെ നിന്നും പോകുന്നത്. അപ്പോൾ വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇവൾ എവിടേക്കായിരിക്കും എന്നെ കൊണ്ടുപോകുന്നത്, വല്ല കെണിയിലും ചാടിക്കാനായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കാണ്. ആ സമയത്തിന് വേദ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പേടിക്കണ്ട, ഞാൻ കെണിയിലൊന്നും ചാടിക്കില്ല എന്നിങ്ങനെ വിളിച്ചു പറയാണ്. അപ്പോഴേക്കും വിക്രം ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇവളിപ്പോൾ മനസ്സ് വായിച്ചു തുടങ്ങിയോ, അല്ലെങ്കിലും ഞാൻ എന്തിനാ ഇവളെ പേടിക്കുന്നത്, ഇവളേക്കാൾ വലിയൊരു മുഷീനി വരാൻ പോകുന്നുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കാണ് വിക്രം. ഇതേ സമയത്ത് രാധയുണ്ട് കാണിക്കുന്നത്. രാധ ആകെ കുടിച്ച് ലെക്കിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കായിരിക്കും. അപ്പൊ ജീനെ വിളിക്കുന്നുണ്ട്, വാ രാധയെ നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ രാധ പറയുന്നുണ്ട്, വേണ്ട ജീനെ, എനിക്ക് വീട്ടിലൊന്നും പോവണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, ഞാൻ ഇവിടെ കുടിച്ചങ്ങ് മരിക്കാൻ പോവാ. എന്താ ആണുങ്ങൾക്ക് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നുണ്ടോ, ആണുങ്ങൾക്ക് മാത്രമേ ഫീലിങ്സ് പാടുള്ളൂ എന്നുണ്ടോ, പെണ്ണുങ്ങൾക്ക് എന്താ ഫീലിങ്സ് ഒന്നും പാടില്ലേ, ഞാൻ എന്താ ഇനി മുറിയിൽ പോയിരുന്നത് ഒതുങ്ങിക്കൂടി ഇരുന്ന് കരയണോ, എനിക്കൊന്നും പറ്റില്ല കരയാൻ എന്നൊക്കെ പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിച്ചോണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രാധ അങ്ങോട്ടേക്ക് വന്നിട്ട് രാധനെ പിടിച്ചൊരു ഒറ്റന്നങ്ങ് പൊട്ടിക്കാണ്. വാ ജീനെ, രാധയെ കൂട്ടി വാ എന്നൊക്കെ പറഞ്ഞ് അമ്മയും ജീനയും കൂടി വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ രാധനെ വീട്ടിലേക്ക് കൊണ്ടുവരും. രാധനെ അങ്ങനെ ഇവർ രണ്ടുപേരും വലിച്ചു പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും കണ്ടുകൊണ്ട് തന്നെ രാധയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇവളെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുവരുന്നത്, ഇവളും എന്നെ പോലെ ഫിറ്റായോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ രാധയുടെ അമ്മ പറഞ്ഞിട്ട്, ആ ഫിറ്റായി, നിങ്ങളെ കണ്ടിട്ടല്ലേ നിങ്ങളുടെ മോള് പഠിക്കുന്നത്. അപ്പോഴേക്കും രാധയുടെ അച്ഛൻ പറഞ്ഞിട്ട്, അയ്യോ ഞാൻ വെറുതെ ഒരു തമാശ ചോദിച്ചതാണ് നീ ഇങ്ങനെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്ന സമയത്ത്. അപ്പോൾ രാധയുടെ അമ്മ പറഞ്ഞിട്ട്, ഇത് തമാശയൊന്നുമല്ല, ഇവൾ കുടിച്ചിട്ടാകെ ബോധമില്ലാതെയാണ് കയറി വന്നേക്കുന്നത് എന്നിങ്ങനെ പറയുന്ന സമയത്തിന് രാധയുടെ അച്ഛനങ്ങ് ദേഷ്യം വന്നിട്ട് രാധനെ അടിക്കാൻ വേണ്ടിയിട്ട് കയ്യോ കേട്ടോ. ആ സമയത്തിന് രാധയുടെ അമ്മ പറഞ്ഞിട്ട്, നിങ്ങൾ ഇവളെ തൊട്ടു പോവരുത്, നിങ്ങൾ തന്നെയാണ് ഇവളുടെ ഗുരു, എന്തെങ്കിലും വിഷമം വന്നാൽ അത് കുടിച്ചങ്ങ് തീർക്കണമെന്ന് തന്നെയല്ലേ നിങ്ങൾ ഇവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെയാണ് ഇവളിത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധയുടെ അച്ഛനോട് ദേഷ്യപ്പെടാട്ടോ അമ്മ. ജീന അങ്ങനെ രാധയുടെ അമ്മക്ക് പറഞ്ഞു കൊടുക്കട്ടോ വിക്രമുമായിട്ട് രാധ സംസാരിച്ച കാര്യങ്ങളൊക്കെ. വിക്രമിന്റെ മനസ്സിൽ വേദ മാത്രമേ ഉള്ളൂ എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിക്രം രാധയോട് പറഞ്ഞു എന്നതിനെ പറ്റിയിട്ടൊക്കെ ജീന സംസാരിക്കാണ്. ആ സമയത്തായിരിക്കൂടെ രാധയുടെ അമ്മ വിക്രമിനോട് അന്ന് പറഞ്ഞ കാര്യത്തെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നത്. എന്താണെങ്കിലും രാധയുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടിക്കരയാണ് രാധയുടെ അമ്മ. പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് റെഡിയായി വരുന്ന സമയത്തിന് കമലമ്മ അങ്ങോട്ടേക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, ആ മോള് പുറത്തു പോവാണോ, എങ്ങോട്ടെങ്കിലും പോവാൻ റെഡിയാവാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ആ അമ്മേ ഞാൻ വിക്രമിനെ കൂട്ടിയിട്ടൊന്ന് പുറത്തു പോവാണെന്ന് പറയും. അപ്പോഴേക്കും മോൾ എന്തെങ്കിലും കഴിച്ചിട്ടേ പോവാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കായിരിക്കട്ടെ കമലമ്മ. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കും നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി വന്നിട്ട് എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് എന്താന്ന് ചോദിക്കും. അപ്പോൾ നന്ദിനി പറയുന്നത്, അല്ല അമ്മ എങ്ങോട്ടേക്കാ പോകുന്നത് പറയുന്നത് കേട്ടു, പക്ഷെ എങ്ങോട്ടേക്കാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ കമലമ്മ പറയുന്നത്, അതിപ്പോ എന്തിനാ ഞാൻ അറിയുന്നത്, അവർക്ക് എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ അവർ പോയിട്ട് വരട്ടെ. അപ്പൊ നന്ദിനി പറഞ്ഞിട്ട്, അതെന്താ പറയാത്തത്, ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതിപ്പോ പറയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞിട്ട്, കണ്ടോ അവളുടെ സാമർത്ഥ്യം കണ്ടോ എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, അതിനെന്താ നന്ദിനി, അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ അവർ പോവട്ടെ,
വേദ പറഞ്ഞത് അതെ ഞാൻ ഒറ്റക്കൊന്നുമല്ല പോകുന്നത്, പേടിക്കണ്ട, വിക്രമും എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് ഒരു ഞെട്ടലോട് കൂടെ അങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്ത് വിക്രമോ എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞത് ഇന്നലെ രാത്രി സംഭവിച്ചതാ. അപ്പോൾ ഇന്നലെ രാത്രി എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ നാണത്തോട് കൊണ്ട് ചോദിക്കുന്നത് അതൊക്കെ എങ്ങനെ കുത്തി കുത്തി ചോദിക്കേണ്ട കാര്യമുണ്ട് നന്ദിനിയേട്ടത്തി. അന്നേരം നന്ദിനി പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അതൊക്കെ അറിയുന്നത് നന്ദിനി, മോൾ ഏതായാലും പോയിട്ട് വരട്ടെ, മോൾ ഏതായാലും കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി എന്നിങ്ങനെ കമലമ്മ പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അതൊന്നും വേണ്ടമ്മേ, ഞാനും വിക്രമും കൂടി പുറത്തുനിന്ന് മസാല ദോശ കഴിച്ചോളാമെന്ന് പറയും. അപ്പോഴേക്കും മസാല ദോശയോ എന്ന് ചോദിക്കാണ് നന്ദിനി. അന്നേരം കമലമ്മ ചോദിക്കുന്നത് എന്താ നന്ദിനി അത് ആദ്യമായിട്ട് കേൾക്കുകയാണോ, ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാറുണ്ടല്ലോ. അപ്പോഴേക്കും നന്ദിനി ഒന്നും മിണ്ടാതെ അങ്ങനെ ചമ്മി നിൽക്കുമായിരിക്കട്ടോ. ആ സമയത്തിന് വേദ പറഞ്ഞിട്ട് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, എനിക്ക് പുറത്തുനിന്ന് മസാല ദോശ വാങ്ങിച്ചു തരാമെന്ന് വിക്രം പറഞ്ഞിട്ടുണ്ട്, ഇനി വേണമെങ്കിൽ ഞാൻ അത് സെൽഫി എടുത്ത് അയച്ചു തരാമെന്നൊക്കെ പറഞ്ഞാൽ അതിലിപ്പോൾ എന്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ കമലമ്മ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം നന്ദിനി വീണ്ടും വേദയോട് ചോദിക്കുന്നുണ്ട് അല്ല നിന്റെ വീട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വരാമെന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് പിന്നെ നീ എങ്ങനെയൊക്കെ ഇറങ്ങാൻ പോയാൽ പിന്നെ എങ്ങനെയാ ശരിയാവാന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട് വീട്ടുകാരോടൊക്കെ ഞാൻ ഇന്ന് വരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിക്രമിനേറ്റ് കറങ്ങാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, വീട്ടുകാർക്ക് പിന്നെ വരട്ടെ, നമ്മൾ ഈ അവസരം പാഴാക്കാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നുകൊണ്ട് തന്നെ നന്ദിനി വേദയുടെ പുറകെ ഓടിപ്പോകുന്നുണ്ട്. വേദ ഏതായാലും നേരെ വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരിക്കും. വേദ വന്ന് ചോദിക്കുന്നുണ്ട് ആഹാ റെഡിയായോ, നല്ല കുട്ടി. അപ്പൊ വിക്രം ചോദിക്കുന്നുണ്ട് ഇനി പറ എങ്ങോട്ടേക്കാ പോവേണ്ടതെന്ന് ചോദിക്കും. വാ നമുക്ക് ഏതായാലും പോവാമെന്നിങ്ങനെ പറയട്ടെ വേദ. ആ സമയത്തിന് വിക്രം പറഞ്ഞിട്ട് അതെ എനിക്ക് വിശക്കുന്നു, നമുക്ക് ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് പോവാമെന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് അതെ ഇവിടെ നിന്നും ഭക്ഷണം കഴിക്കണ്ട, നമുക്ക് പുറത്തു നിന്ന് മസാല ദോശ കഴിക്കാമെന്ന് പറയും. അപ്പോൾ അതൊന്നും പറ്റില്ല എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് പ്ലീസ് ഞാൻ നന്ദിയുടെ അടുത്ത് അമ്മയോടും ഒക്കെ പറഞ്ഞു പോയി, നമുക്ക് ഏതായാലും വണ്ടിയിലൊന്നും പോകണ്ട, നമുക്ക് ടാക്സി വിളിച്ച് പോകാമെന്ന് പറയും. അപ്പോഴേക്കും ടാക്സി ഒന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട് ഞാനൊരു ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ നമുക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്ന സമയത്തിന് വിക്രം സമ്മതിക്കണ്. ശരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തിന് നന്ദിനി അതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ വേദ ഓടി ചെന്നിട്ട് വിക്രമിനെ കൈ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ്. അപ്പോഴേക്കും അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിക്രം ഇങ്ങനെ കൈ മാറ്റാൻ ശ്രമിക്കും. അപ്പോഴേക്കും വേദ ഇങ്ങനെ സ്വകാര്യത്തിൽ പറയുന്നുണ്ട് അത് നന്ദിനിയടുത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളുടെ തോളും ചാരി നടക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വാ ഇങ്ങോട്ടേക്കൊന്നൊക്കെ പറഞ്ഞു വേദ വിക്രമിന്റെ കൈ പിടിച്ചിങ്ങനെ വലിച്ചു കൊണ്ടുപോവാണ്. എന്നാൽ ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ നന്ദിനി ഇങ്ങനെ കുശുമ്പോടെ നോക്കി നിൽക്കുമായിരിക്കട്ടെ. വേദ ചിരിച്ചുകൊണ്ട് നന്ദിനി ഇങ്ങനെ നോക്കുന്ന സമയത്തിന് ശരി കേട്ടോ നോക്കി കണ്ടൊക്കെ പോയിട്ട് വാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവരെ അവിടെ നിന്ന് യാത്ര അയക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇന്നലെ കള്ളു കുടിച്ചതില്ലേ അതുകൊണ്ട് തന്നെ രാധ അങ്ങനെ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് രാധയുടെ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ട് എടി പോയിട്ട് പുറമൊന്ന് തടവി കൊടുക്കുമെന്ന് പറയും. ആ സമയത്തിന് രാധയുടെ അമ്മ പറയുന്നുണ്ട് പിന്നെ എനിക്കൊന്നും വയ്യ അവളുടെ പുറവും തടവി കൊടുക്കാൻ, നിങ്ങളുടെ ഛർദ്ദി എച്ചിലെടുത്തിട്ട് ഞാൻ മടുത്തു, ഇനിയിപ്പോൾ അവളുടെയും കൂടി എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ് രാധയുടെ അമ്മ. രാധയുടെ അമ്മക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് എടി നിൽക്കടെ എവിടെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രാധേനെ വഴക്ക് പറയാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്ന സമയത്തിന് രാധ സങ്കടം വന്നിട്ട് അമ്മയെ ഓടി വന്നിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കും. സോറി അമ്മേ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല, എൻ്റെ ഭാഗത്തു നിന്ന് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് രാധ അമ്മേനെ പിടിച്ചിങ്ങനെ പൊട്ടിക്കരയും. ആ സമയത്തിന് രാധയുടെ അമ്മ സങ്കടത്തോടെ പറഞ്ഞിട്ട് മോളെ ഇന്നലെ നിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എൻ്റെ നെഞ്ചങ്ങ് തകർന്നു പോയി, അത്രമാത്രം സങ്കടമായിരുന്നു എനിക്ക്. അമ്മ ജീവിതത്തിൽ നിന്നും പഠിച്ചൊരു പാഠമുണ്ട്, ആത്മാഭിമാനം കളഞ്ഞുകൊണ്ട് നമ്മൾ ആരെയും സ്നേഹിക്കരുത്. അങ്ങനെ നമ്മൾ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ നമ്മളെ കാൽച്ചുവട്ടിലിട്ട് ഇങ്ങനെ തട്ടിക്കളിക്കും. അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ മോൾക്ക് ഒരിക്കലും ഉണ്ടാവരുതെന്ന് വിചാരിച്ചുകൊണ്ടാണ് അമ്മ ഈ പറഞ്ഞു തരുന്നത് എന്നൊക്കെ പറയും. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും രാധയുടെ വണ്ടിയുമായിട്ട് ജീന അങ്ങോട്ടേക്ക് വരുന്നത്. അതിനകത്ത് തന്നെ നന്ദിനി ഉണ്ടാവും. എന്നിട്ട് നന്ദിനിയെ കാണുന്ന സമയത്തിന് ഇവരെന്തിനാ പോലും ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇത് രാധയുടെ വണ്ടിയാണെന്ന് പറയുന്ന സമയത്തിന് അതെനിക്ക് മനസ്സിലായി എന്ന് പറയും. നന്ദിനി പറയുന്നത് ഞാൻ രാധയെ കാണാൻ വേണ്ടിയിട്ട് വന്നത്, ഏട്ടത്തി എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വെള്ളം എടുക്കാൻ വേണ്ടി രാധയുടെ അമ്മ അവിടെ നിന്ന് പോവാണ്. ആ സമയത്തിന് വണ്ടിയുടെ താക്കോൽ അവിടെ ഏൽപ്പിച്ചു കൊടുത്തതിന് ജീനയും അവിടെ നിന്ന് പോവും. അപ്പോൾ രാധനെ മാറ്റി നിർത്തിക്കൊണ്ടതിന് നന്ദിനി ചോദിക്കുന്നത് എന്താണ് പെണ്ണെ നിനക്ക് പറ്റിയത്, നീ എന്താ അങ്ങോട്ടേക്കൊന്നും വരാത്തത്, സാധാരണ നീ 2 നേരം വീതം അങ്ങോട്ടേക്ക് വന്നിരുന്നതാണല്ലോ. അപ്പോൾ രാധ പറഞ്ഞിട്ട് നന്ദിനി എടുത്ത് ഞാൻ ഇപ്പോഴും അങ്ങോട്ടേക്ക് വരുന്നതാണല്ലോ പ്രശ്നം, അതുകൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത് എന്ന് പറയുന്ന സമയത്തിന് നന്ദിനി ചോദിക്കുന്നത് എടി നീ അവിടെ നിന്നും മാറി നിന്നിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ദേ പെണ്ണെ നീ വെറുതെ തമാശ കളിക്കാൻ നിൽക്കില്ല, നീ എന്തറിഞ്ഞിട്ടായി കാണിക്കുന്നത്, ആ വിക്രം ശരിക്കും വേദനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് നീ ചിന്തിച്ചു വെച്ചേക്കുന്നത്, അങ്ങനെ ഒരിക്കലും വിക്രം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രാധ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് വിക്രം അതെല്ലാം പറഞ്ഞു, അവൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ് അവൻക്ക് വേദനെ ഇഷ്ടമാണെന്ന്, അവൻ വേദനെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യം പറഞ്ഞു എന്ന് പറയും. ആ സമയത്തിന് നന്ദിനി പറയുന്നത് അത് നിന്നോടല്ലേ പറഞ്ഞിട്ടുള്ളൂ, അവളോട് അവന് ഇതുവരെ അത് പറഞ്ഞിട്ടില്ലല്ലോ, ഒരിക്കലും അത് അവനോട് അവന് പറയേയില്ല. എടി പെണ്ണെ ഇനിയെങ്കിലും നീ കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്ക്, വേദ വിക്രമിനെ കല്യാണം കഴിക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായിട്ടില്ല, പക്ഷേ നീ ആ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വരുന്നതാണ് എനിക്കിഷ്ടം, കാരണം നമ്മൾ രണ്ടുപേരും ഒരേ കൂട്ടക്കാരാണ്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റാ, പക്ഷേ ആ വേദയുണ്ടല്ലോ അവൾ ഭൂഷയാണ് ഭൂഷ,
അതുപോലെ തന്നെ ആ വേദക വിക്രമിനോട് സ്നേഹമൊന്നുമില്ല. അവൾ മറ്റെന്തോ നിഗൂഢ ലക്ഷ്യമായിട്ടാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറി വന്നേക്കുന്നത്. പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ഏത് അറ്റം വരെയും പോകുമെന്ന കാര്യമൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാതിരിക്കട്ടെ നന്ദിനിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്ത് രാധയുടെ മനസ്സ് വീണ്ടും വിക്രമിലേക്ക് ഇങ്ങനെ ചാഞ്ഞു പോകുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.